ഇത് എൻ്റെ കഴിഞ്ഞ 3 വർഷത്തിനടുപ്പിച്ച്, അതായത് 2 വർഷത്തിൽ കൂടുതൽ 2, 2.5 വർഷത്തെ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഡിജിറ്റൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺസ് ആണ് ഈ കാണിക്കുന്നത്. ഇത് ഞാൻ ആദ്യ സമയങ്ങളിലൊക്കെ, അതായത് തുടക്ക സമയങ്ങളിലൊക്കെ ചിലപ്പോൾ 200 രൂപയ്ക്ക്, 100 രൂപയ്ക്ക്, 500 രൂപയ്ക്ക് 2 പ്രാവശ്യം 500 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നീട് ഒരു നിശ്ചിത സമയം കഴിഞ്ഞപ്പോൾ ഡിജിറ്റൽ ഗോൾഡ് ഞാൻ മന്ത്ലി SIP പോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോയി. അതും വളരെ ചെറിയ പൈസയ്ക്ക് 100 രൂപയ്ക്ക് സ്വർണം വാങ്ങാം, ഫോൺ പേയിൽ സ്വർണം വാങ്ങാം എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ചില ആൾക്കാരൊക്കെ സംശയം ചോദിച്ചിരുന്നു. അതുപോലെ ചില ആശങ്കകളൊക്കെ പറഞ്ഞിരുന്നു. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് എത്രയാണ്, കൃത്യമായിട്ട് നമുക്ക് ആ റിട്ടേൺ കാണിക്കുന്നത് കിട്ടുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്ക് ചെറിയൊരു ആവശ്യം വന്നപ്പോൾ ഞാനിത് വിൽക്കുകയാണ് ഉണ്ടായത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും 1.44 ഗ്രാം, അതായത് 1.5 ഗ്രാമിൻ്റെ അടുത്ത്, ഏകദേശം ഞാനൊരു 8000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. 8-9ൻ്റെ അടുത്ത് എന്ന് വെച്ചാൽ 100% എനിക്ക് റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 9814 രൂപയാണ് എനിക്ക് റിട്ടേൺ കിട്ടിയത്. അത് 117%. അതായത് ഏകദേശം 9000ത്തിൻ്റെ അടുത്ത് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 9000 രൂപ തന്നെ കിട്ടി 3 വർഷം കൊണ്ട്. 100%, 117% റിട്ടേൺ ആണ്. അപ്പോൾ വളരെ ചെറിയ പൈസയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. 9000 ഇൻവെസ്റ്റ് ചെയ്തിട്ട് 9000 തന്നെ കിട്ടി 3 വർഷം കൊണ്ട് ഗോൾഡിൽ. പിന്നെ ഇതിൻ്റെ ചാർജ് എന്നുള്ളത് ശരിയാണ് പറഞ്ഞത്. ചാർജ് എന്ന് പറയുമ്പോൾ നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങിക്കുമ്പോൾ അവരൊരു 3% GST പിടിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ വിറ്റ് ഒഴിവാക്കുമ്പോഴും ഇവിടെ ഇപ്പോൾ 18,161 രൂപ കാണിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് 17,000 സംതിങ്ങേ കിട്ടിയിട്ടുള്ളൂ. ഇത്രയും തുകയ്ക്ക് അവർ ഏകദേശം 720 രൂപയോളം GST പിടിച്ചിട്ടുണ്ട്. പിന്നെ പലർക്കും സംശയമുണ്ട് ഇത് പിന്നെ വിറ്റ് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടുമോ എന്നൊക്കെ ഉള്ളത്. എനിക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഇടയ്ക്ക് സെബിയുടെ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു. ഈ ഡിജിറ്റൽ ഗോൾഡ് ഒരിക്കലും സെബിയുടെ അണ്ടർ കൺട്രോളിൽ വരുന്നത് അല്ല, അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനത് വിറ്റതിന് ശേഷമാണ് അങ്ങനെയുള്ളൊരു ഇതൊക്കെ കണ്ടത്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ വന്നത്. എന്തായാലും ഞാൻ ഇത് വിറ്റ് ഒഴിവാക്കി. എനിക്ക് ഒരു ലാപ്ടോപ്പ് മേടിക്കേണ്ടതുണ്ടായിരുന്നു. ഏകദേശം ഒരു പകുതി പൈസയോളം ഇതിൽ നിന്ന് കിട്ടി. അപ്പോൾ അത് വാങ്ങിക്കാൻ ആണ് ഇത് ഉപയോഗിച്ചത്. പിന്നെ ഞാൻ ഈ ഒരു രീതി എൻ്റെ ഷെയർ ബ്രോക്കർമാരിൽ ഞാൻ കണ്ടിന്യൂ ചെയ്തു, ETF ആയിട്ട് വാങ്ങിച്ചുകൊണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിലുള്ളത്. നിങ്ങൾക്ക് കാണാം സെൽ ഗോൾഡ്, ഗെറ്റ് ഡെലിവറി എന്നൊക്കെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിത് സ്വർണ്ണമായിട്ട് വീട്ടിലേക്ക് വരുത്തിയൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് കാണാം ഈ ഒരു സ്ക്രീനിൽ ഇവിടെ ഏകദേശം അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് 17,372 രൂപ എന്ന് കാണാം. അത്രയും രൂപ ഇത് സെല്ല് ചെയ്തപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയതാണ്. അപ്പോൾ ശരിക്കും നോക്കുമ്പോൾ ഒരു 3% GST അവർ തുടക്കത്തിലും, പിന്നെ ഏകദേശം അത്ര തന്നെ ഒരു GST അവസാന ഘട്ടത്തിൽ അവർ പിൻവലിക്കുമ്പോഴും പിടിക്കുന്നുണ്ട്. ഏകദേശം ഒരു 3% അവർ സെയിൽ ചെയ്യുമ്പോഴും, അതുപോലെ തന്നെ 3% നമ്മൾ ഇതിൽ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോഴും അവർ പിടിക്കുന്നുണ്ട്. ശരിക്കും വലിയ തരത്തിലുള്ള ചാർജ് തന്നെയാണ്. പക്ഷേ നമുക്ക് സ്വർണ്ണത്തിന് ഇത്രയും വലിയ ഒരു ബൂം, പിന്നെ ക്യാഷ് റേസ് അല്ലെങ്കിൽ ഒരു പ്രൈസ് റേസ് ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് വലിയ ലാഭം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 100% ലാഭം തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലാത്ത ഒരു സാധാരണഗതിയിലുള്ളൊരു 10-12% റിട്ടേൺ തരുന്നൊരു സിറ്റുവേഷനിലായിരുന്നെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ശരിക്ക് അത്രത്തോളം മികച്ച ലാഭം നമുക്ക് തരുമായിരുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും എപ്പോഴെങ്കിലും കാണാം. ഓക്കെ.